ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മല്ലു ഡ്രാമ ബോക്സ്. നമ്മൾ ഈ വീഡിയോയിൽ കാണാമറയത്ത് എന്നുള്ള സീരിയലിൻ്റെ അടുത്ത എപ്പിസോഡുകളാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിന് മുമ്പ് ഇട്ട 3 എപ്പിസോഡ്സ് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കാണുക. ആദ്യമായി ചാനൽ കാണുന്നവരാണെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. കഴിഞ്ഞ എപ്പിസോഡ് അവസാനിച്ചത് രോഹിത് പാർവതിയുടെ കഥ എന്നുള്ള സീരിയല് എന്തായാലും നിർത്തിക്കുന്നേ ചെയ്യുമെന്ന് പറയുന്നത് കാണിച്ചുകൊണ്ടാണ്. അപ്പോൾ ഈ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ അവനൊരു സ്വപ്നം കണ്ട് ഞെട്ടി എണീക്കുകയാണ്. ആ സ്വപ്നത്തിൽ സോനാക്ഷി വന്നിട്ട്, അതായത് പാർവതിയുടെ കഥ എന്നുള്ള സീരിയലിലെ ആ ഒരു ക്യാരക്ടർ വന്നിട്ട് അവൻ്റെ വീട്ടിലെ ഒരു ഓപ്പറേഷൻ നടത്തുന്നതായിട്ടാണ് കാണിക്കുന്നത്. അവൾ ഹൃദയത്തിൻ്റെ ഓപ്പറേഷൻ നടത്തുകയാണെന്ന് അവനോട് പറയുന്നത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അവൻ പെട്ടെന്ന് ഞെട്ടി എണീക്കുകയാണ്. അപ്പോൾ ഈ ശബ്ദം കേട്ടിട്ട് അവിടെയുള്ള ജോലിക്കാർ ഓടി വരുമ്പോൾ അവരോട് ഞാൻ ഈ സീരിയൽ നിർത്തിക്കുക ചെയ്യും എന്നവൻ പറയുന്നുണ്ട്. അതിനുശേഷം രാവിലെ അവൻ ജോഗിങ്ങിന് പോകുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ അവിടെയും അവൾ നിൽക്കുന്നത് പോലെയൊക്കെ അവന് തോന്നുന്നുണ്ട്. അതിനുശേഷം അവിടെയുള്ള 2 സ്ത്രീകൾ ഇങ്ങനെ സംസാരിച്ച് നടന്നു പോകുന്നത് അവൻ ശ്രദ്ധിക്കുകയാണ്. അപ്പോൾ അവർ പറയുകയാണ്, ഇന്നലത്തെ പാർവതിയുടെ കഥ എന്നുള്ള സീരിയൽ നല്ല രസം ഉണ്ടായിരുന്നു. അവളുടെ ഭർത്താവിനെ രക്ഷിച്ചത് എന്ത് ധൈര്യത്തിലാണ് പോയിട്ട് ഓപ്പറേഷനൊക്കെ ചെയ്തതെന്ന് പറയുമ്പോൾ ഇത് കേട്ടിട്ട് അവൻ അവരോട് പോയിട്ട് നന്നായിട്ട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത്, നിങ്ങൾക്ക് എന്താ ബുദ്ധിയില്ലേ? ഒന്നുമില്ലെങ്കിലും നിങ്ങൾ നല്ല ഫാമിലിയിൽ ജനിച്ച ആൾക്കാരൊക്കെ അല്ലേ, അവളെന്താ അതിൽ ചെയ്തതെന്നൊക്കെ നിങ്ങൾക്കറിയില്ലേ? ഒരു ഡോക്ടർ പോലും അല്ലാത്ത അവൾ പോയിട്ട് ഓപ്പറേഷൻ ചെയ്തിരിക്കുക, ഭർത്താവിനെ രക്ഷിച്ചിരിക്കുക. ഇതൊക്കെ ലോജിക്കുള്ള കാര്യമാണോ? നിങ്ങളെപ്പോലുള്ള പൊട്ടന്മാരാണ് ഇതൊക്കെ കാണുള്ളൂ എന്നൊക്കെ അവരോട് പറയുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നുണ്ട്, ഇത് ഏതായാലും ചെക്കൻ ഇവന് പ്രാന്താണെന്ന് പറഞ്ഞിട്ട് അതൊന്നും മൈൻഡ് ആക്കാതെ ആ സ്ത്രീകൾ അവിടെ നിന്ന് പോകുന്നുണ്ട്. അവിടെയുള്ള എല്ലാവരും കൂടി നിൽക്കുന്നുണ്ടാവും. അതിനുശേഷം രോഹിത് വീട്ടിലേക്ക് വന്നിട്ട് ഡ്രൈവറെ വിളിച്ചിട്ട് വേഗം നമുക്ക് ഷൂട്ടിംഗ് സ്ഥലത്തേക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് കാർ എടുത്ത് പോകുന്നുണ്ട്. പിന്നെ രോഹിത്തിൻ്റെ അങ്കിൾ യാഷ് സോനാക്ഷിയുടെ അമ്മയ്ക്ക് കോൾ ചെയ്യുന്നുണ്ട്. അവരുടെ ഹോസ്പിറ്റലിലെ പുതിയ വിങ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് സോനാക്ഷിനെ ക്ഷണിക്കാനാണ് ആളെ കോൾ ചെയ്യുന്നത്. അപ്പോൾ സോനാക്ഷിയുടെ അമ്മ പറയാണ്, 8 ലക്ഷം രൂപ ഇല്ലാതെ എൻ്റെ മോൾ നിങ്ങളുടെ ഹോസ്പിറ്റലൊന്നും ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വരില്ല. അവൾ വലിയ TV ആക്ട്രസ് ആണെന്ന് നിങ്ങൾക്കറിയില്ലേ? നിങ്ങൾ പറയുന്ന പോലെ 5 ലക്ഷം രൂപയ്ക്കൊന്നും എൻ്റെ മോൾ അങ്ങോട്ട് വരില്ല എന്ന് പറയാണ്. അപ്പോൾ യാഷ് പറയാണ്, 8 ലക്ഷം രൂപയ്ക്ക് 1 മണിക്കൂറിന് കൂടുതലല്ലേ, ഒരു ദിവസത്തിനാണെങ്കിൽ ഓക്കെ പറയായിരുന്നു എന്ന് പറയുമ്പോൾ സോനാക്ഷിയുടെ അമ്മ പറയാണ്, എന്നാൽ ശരി ഞാൻ 7 ലക്ഷം രൂപയ്ക്ക് അവളെ പറഞ്ഞയക്കാമെന്ന് പറയുമ്പോൾ എന്നാൽ ഞങ്ങളൊന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് യാഷ് ഫോൺ കോൾ കട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ രോഹിത് സോനാക്ഷിയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അവൾ മേക്കപ്പ് ഒക്കെ ചെയ്യാൻ വേണ്ടി ഇരിക്കാവും. അപ്പോൾ അവനെ കണ്ടിട്ട് അവൾ എണീച്ചിട്ട്, നിങ്ങൾ ഇന്നലെ വന്ന ഡോക്ടറല്ലേ എന്ന് പറയുമ്പോൾ, ഞാൻ വന്നത് ഒരു കാര്യം പറയാനാണെന്ന് പറയുമ്പോൾ അവൾ പറയുന്നുണ്ട്, നിങ്ങൾ എൻ്റെ ഒപ്പം ഫോട്ടോ എടുക്കാൻ മറന്നില്ലെന്നല്ലേ, അപ്പോൾ ഫോട്ടോ എടുക്കാൻ വന്നതല്ലേ എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ഫോൺ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഫോണൊന്നും കൊടുത്തിട്ടില്ല എന്ന് അവൻ പറയാണ്, കാറിലാണെന്ന് പറയുമ്പോൾ അവൾ പറയണം, എന്നാൽ ശരി എൻ്റെ ഫോണിൽ എടുക്കാൻ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം വായോ എന്ന് പറഞ്ഞിട്ട് അടുത്ത് നിർത്തിയിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ അവൻ ഇത് എന്തപ്പോൾ ഇത്, ഞാൻ വന്നത് ഇതിനല്ലല്ലോ എന്നുള്ള ആ ഭാവത്തിൽ നിൽക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ്, ഞാനിപ്പോൾ വന്നത് നിന്നോടൊരു കാര്യം പറയാനാണെന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ കുറച്ച് തിരക്കിലാണ്, അപ്പോൾ നിങ്ങളൊരു 10 മിനിറ്റ് അപ്പുറത്ത് വെയിറ്റ് ചെയ്യുമെന്ന് പറയുമ്പോൾ ശരി ഞാൻ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവൻ അപ്പുറത്തുള്ള റൂമിൽ പോയിട്ട് അവിടെയുള്ള ആൾ ഇരുത്തുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം കാണിക്കുന്നത് സുമിച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ആ സീരിയലിൽ അഭിനയിക്കുന്ന നടനെയാണ്. അപ്പോൾ ആ നടൻ ഡയറക്ടറോട് വളരെ ബാഡായിട്ട് സംസാരിക്കുകയാണ്. ഇന്നലത്തെ എപ്പിസോഡിൽ സോനാക്ഷിനെയാണ് ഏറ്റവും കൂടുതൽ സ്ക്രീനിൽ കാണിച്ചത്, എൻ്റെ മുഖം ഒരു തെരി പോലും കാണിച്ചില്ല. ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അവളെ ഒറ്റയ്ക്ക് നിർത്തിയിട്ട് അഭിനയിപ്പിച്ചാൽ പോരെ, എന്തിനാ, എൻ്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നന്നായിട്ട് ചൂടായിട്ട് സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം എന്തായാലും ഇനി അവളുടെ ഒപ്പം എനിക്ക് അഭിനയിക്കേണ്ട, അവളുടെ ഒരു ഡ്യൂപ്പിനെ വേഗം തയ്യാറാക്കിക്കോ എന്ന് പറഞ്ഞിട്ട് വളരെ ബാഡായിട്ട് തന്നെ ആൾ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഈ സീനിൽ നിന്ന് ആളുടെ ക്യാരക്ടർ ഒരു മോശപ്പെട്ട ക്യാരക്ടറാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിനുശേഷം സോനാക്ഷി മേക്കപ്പ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഡബ്ബ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ അവളുടെ ആൾക്കാർ വന്നിട്ട് രോഹിത്തിനോട്, മാഡം കുറച്ച് ബിസിയാണ്, ഇപ്പോൾ സംസാരിക്കാനൊന്നും പറ്റില്ല എന്ന് പറയുമ്പോൾ രോഹിത് നന്നായിട്ട് ദേഷ്യപ്പെട്ടിട്ട്, എനിക്കിപ്പോൾ അവളെ കണ്ടേ പറ്റൂ, എന്നെ ഇപ്പോൾ ഇത്ര നേരം വെയിറ്റ് ചെയ്തിട്ട് ഞാൻ എന്തായാലും ഇനി കാണാതെ പോവില്ല എന്ന് പറഞ്ഞിട്ട് സെറ്റിലേക്ക് അവൻ പോകുന്നുണ്ട്. എന്നിട്ട് അവിടെ ചെന്നിട്ട് അവിടെ സുമിത്തിൻ്റെയും പിന്നെ ആ ഡ്യൂപ്പും കൂടി നിന്നിട്ടുള്ള ഒരു ഷോട്ടാവും നടക്കുന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഇടയിൽ കയറിയിട്ട് ആ ഡ്യൂപ്പ് തിരിഞ്ഞു നിൽക്കുന്നതുകൊണ്ട് മുഖം അവൻ കാണുന്നുണ്ടാവില്ല. അപ്പോൾ ആളോട് സംസാരിക്കുകയാണ്, നിങ്ങൾ ചെയ്യുന്നത് ഒരു തെറ്റാണ്, ആൾക്കാരെ വെറും വിഡ്ഢികളാക്കുകയാണെന്ന് പറഞ്ഞിട്ട് ആ സീരിയലിൽ ഇന്നലെ നടന്ന കാര്യങ്ങളൊക്കെ അവൻ വിശദീകരിക്കുകയാണ്. നിങ്ങളൊരു ഡോക്ടറല്ല, ഒന്നുമല്ല, ഡോക്ടർമാരെ വെറും പൊട്ടന്മാരാക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് ആ ഡ്യൂപ്പ് തിരിയുമ്പോൾ അവന് മനസ്സിലാവുക, അപ്പോൾ നിങ്ങൾ ആൾക്കാരെ പറ്റിച്ച് ജീവിക്കുകയാണല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നന്നായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് സോനാക്ഷി അങ്ങോട്ട് വരാണ്. എന്നിട്ട് രോഹിത്തിനോട് പറയുന്നുണ്ട്, നിങ്ങളിപ്പോൾ ചെയ്തതൊട്ടും ശരിയായില്ല, ഈ സെറ്റിൽ വന്നിട്ട് ഇത്രയും പ്രശ്നം ഉണ്ടാക്കേണ്ട ഒരു കാര്യവും ഉണ്ടായിരുന്നില്ല, നിങ്ങൾക്ക് ഈ ഇൻഡസ്ട്രീനെ കുറിച്ചിട്ട് ഒന്നും അറിയില്ല, ഞങ്ങൾ സ്ട്രെസ്സായിട്ട് ഇരിക്കുന്ന ആൾക്കാരെ കുറച്ച് നേരത്തേക്ക് എൻ്റർടൈൻ ആക്കിയിട്ട് കുറച്ച് ചിരിപ്പിക്കാനോ ഞങ്ങൾ നോക്കുന്നുള്ളൂ, അല്ലാണ്ട് ലോജിക്കൊന്നും ഞങ്ങൾ നോക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവൾ നോക്കുന്നുണ്ട്.
പക്ഷേ അവനതൊന്നും പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല. അവൻ പറയുകയാണ് നിങ്ങളെല്ലാം ചെയ്യുന്നത് തെറ്റാണ്, ആൾക്കാരെ വെറും പൊട്ടന്മാരാക്കാണ് നിങ്ങൾ ചെയ്യുന്നത്, വെറും ഫ്രോഡാണ് നീ എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടിട്ട് അവൻ അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ അവൾ പറയുന്നുണ്ട് ഇത് എന്ത് മനുഷ്യനാണ്, ഹാർട്ട് സർജൻ ആണെന്നാണ് പറയുന്നത്, പക്ഷേ ആളുടെ കയ്യിലൊരു ഹൃദയം ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അവളും ദേഷ്യത്തോടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ രോഹിത് പുറത്തേക്ക് ഇറങ്ങിയിട്ടും ദേഷ്യം തീരാതെ അവളുടെ ഫ്ലെക്സിൽ നോക്കിയിട്ട് പറയുന്നുണ്ട് നീ ഒരു ഇഡിയറ്റാണ്, നീ എന്താ വിചാരിച്ചത്, നിൻ്റെ സംസാരത്തിൽ ഞാൻ വീണ് പോകുമെന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുന്നത്. അപ്പുറത്ത് നിൽക്കുന്ന ആൾ ഒരു ഫോണിൽ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആളുടെ കയ്യിൽ നിന്ന് ഫോൺ മേടിച്ചിട്ട് അവൻ പറയാണ് നീ ഇപ്പോൾ എന്തിനാ ഇതൊക്കെ ഷൂട്ട് ചെയ്തെന്ന് പറയുമ്പോൾ ആൾ പറയാണ് ഞാൻ വിചാരിച്ചത് നിങ്ങൾ പാർവതി മേഡത്തിൻ്റെ വലിയ ഫാനാണെന്ന്, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്തതെന്ന് പറയുമ്പോൾ അയാളോടും അവൻ നന്നായിട്ട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം അവൻ കാറിൽ കയറിയിട്ട് പോവുകയാണ്. അപ്പോൾ ഈ സീൻ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള വീഡിയോസ് ലഭിക്കാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നാഗിൻ 3യുടെ 2ാമത്തെ എപ്പിസോഡ് മല്ലു ഡ്രാമ ബോക്സ് 2.0 എന്ന ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കാണുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.